നമുക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിലെത്തിയ ഉണ്ണികൃഷ്ണൻ എന്ന ആളിലേക്ക് തന്നെ ആദ്യം പോകാം. അതിനുശേഷം മറ്റു വിവരങ്ങളിലേക്ക് കടക്കാം. ചേട്ടാ, എന്താണ് ഇവിടെ സംഭവിച്ചതെന്നൊന്ന് പറയൂ. നമ്മൾ പുലർച്ചെ ഏകദേശം ഒരു 4 മണി സമയത്താണ് സംഭവിച്ചുള്ളത്. വടക്കു നിന്ന് വന്നൊരു മരത്തിൻ്റെ ഒരു ലോഡ് വണ്ടിയാണിത്. വണ്ടി വന്ന സമയത്ത് ഇവിടെ നാടോടികൾ കുറച്ച് നാളുകളായിട്ടുണ്ട്. ഒരു 3 മാസത്തോളമായിട്ട് അവരിവിടെ ഉള്ളതാണ്. അവർ അപ്പുറ സൈഡിലാണ് സാധാരണ കിടക്കാറ്. അവരിപ്പോൾ ഇന്നലെ ഏകാദശി സമയം ഇതിൻ്റെ പേരിൽ അവർ പ്രതിക്ക് വന്ന് കിടന്നതാണ്. അപ്പോൾ ഇടിക്കുകയല്ല ചെയ്തത്, മേത്തുകൂടെ കയറി ഇറങ്ങുകയാണ് ചെയ്തത്. 5 പേരോളം മരിച്ചിട്ടുണ്ട്. 6 പേരുടെ നില ഇത്തിരി ഗുരുതരമാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന സമയത്ത് ഇവിടെ രക്ഷാപ്രവർത്തനം കാര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടിയിൽ കയറ്റി വിടുകയാണ് ചെയ്തത്. ഇപ്പോൾ 3 പേര് മെഡിക്കൽ കോളേജിൽ, 2 പേര് ജില്ലാ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. 2 സ്ത്രീകൾ, 2 കുട്ടികൾ, ഒരു പുരുഷൻ, അങ്ങനെ 5 പേരാണ് മരിച്ചിട്ടുള്ളത്. 6 പേരുടെ നില ഇത്തിരി ഗുരുതരമാണ്. ഒരു 3.5 ടണ്ണോളം ഏകദേശം ലോഡ് ഉണ്ടാവും വണ്ടിയിൽ. വണ്ടി തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട്. അവരെ സ്പോട്ടിൽ തന്നെ കസ്റ്റഡിയിൽ എടുത്തു. അവർ പോലീസും 10 മിനിറ്റിനുള്ളിൽ എത്തി. കാരണം പോലീസും എത്തി. അതേമാതിരി ആംബുലൻസ് തൊട്ടപ്പുറത്ത് ഏകാദശി ആയതിൻ്റെ പേരിൽ ആംബുലൻസ് ഇവിടെ ലൈവിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവരും വന്നിരുന്നു ആ സമയത്ത്. അപ്പോൾ അത് കാരണം കുറച്ചും കൂടി പക്ഷേ നമുക്ക് ആരുടെയും ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഉണ്ടായത്. ഈ പരിക്കേറ്റ ആളുകളും എല്ലാവരും ഒരേ നിലയിൽ തന്നെയാണോ? എല്ലാവരും ഒരേ രീതിയിലാണ് ഇവിടെ കിടന്നത്. ഒരുമിച്ചാണ് കിടന്നത്. ഏകദേശം ഒരു 10-30 പേരുണ്ടായിരുന്നു കിടന്നിരുന്നത്. അതിലൊരു 11 പേർക്കാണ് ഇപ്പോൾ സംഭവിച്ചുള്ളത്. 6 പേര് പരിക്ക്, 5 പേര് മരിച്ചു. അങ്ങനെയാണ് സംഭവിച്ചുള്ളത്. ഈ അപകടം നടന്ന് ഒരു അല്പസമയത്തിന് ശേഷമാണ് ഇവർ തിരിച്ചറിഞ്ഞത് എന്താണ് സംഭവിച്ചതെന്നുള്ളതല്ലേ? അല്ല, അപകടം നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം അപ്പുറത്തൊക്കെ ആയില്ല, ഒക്കെ ഒരു സ്പോട്ടിലാണ് ഒരു വിധമൊക്കെ കിടന്നിരുന്നത്. അപ്പോൾ അത് കാരണം ഒരു സംഭവ സമയം പെട്ടെന്ന് തന്നെയായിരുന്നു അത്. ഈ നാട്ടുകാരും രക്ഷാപ്രവർത്തകരൊക്കെ നാട്ടുകാരൊക്കെ എത്തി. അപ്പോൾ തന്നെ എത്തി, പോലീസ് എത്തി. അതേമാതിരി ഇവിടെ ആംബുലൻസുകൾ ഉണ്ടായിരുന്നു. എല്ലാവിധ ആക്ട്, അങ്ങനെ കുറേ വിവേകാനന്ദ, അങ്ങനെ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന് സ്പോട്ടിൽ കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാവരും തന്നെ തൽക്ഷണം ആ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു. 5 പേര് 3 പേര് മരിച്ചു ഏകദേശം. പിന്നെ 2 പേർക്ക് ഇപ്പോൾ വഴിമതിയാണ്. കുട്ടി ഒരു 1.5 വയസ്സ് ഏകദേശം പ്രായമുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഒരു 4 വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവരൊക്കെ പോണ വഴി ഒരു കുട്ടി സ്പോട്ടിൽ മരിച്ചു. ഒരു കുട്ടി പോണ വഴി കാലുമലാണ് ഒരു കുട്ടിയുടെ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഡ്രൈവർ മദ്യപിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ സ്റ്റേഷനിലുണ്ട്. അവർ സ്പോട്ടിൽ കസ്റ്റഡിയിൽ എടുത്തു. അവർ വണ്ടി എടുത്ത് നേരെ അങ്ങോട്ട് പോയതാണ്. പക്ഷെ അവർക്ക് അറിയാൻ കഴിഞ്ഞില്ല അവിടെ സ്റ്റോപ്പാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ അവർ ലോക്കായി. അവരെ എന്തെങ്കിലും അവരിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ടോ? അതായത് എന്താണ് അപകടത്തിന് ഇടയാക്കിയതെന്നുള്ളത്? അവർ അങ്ങനെ പറഞ്ഞില്ല. അവർ ആ പുലർച്ചെ സമയമാണ്. പിന്നെ ഡ്രൈവർ അല്ല എന്നുള്ള രീതിയിലാണ് അറിയാൻ കഴിഞ്ഞത് വണ്ടി എടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ഇതുണ്ട്. ഈ ഇത്തരത്തിൽ ഇതിപ്പോൾ ഒരു വലിയ ദാരുണമായ അപകടം നടന്നു. ചെറുതും വലുതുമായ നിരവധി അപകടങ്ങൾ ഈ റോഡ് നിർമ്മാണത്തിൻ്റെ അപാകതകളെ തുടർന്ന്, അല്ലെങ്കിൽ ദേശീയപാത അതോറിറ്റിയുടെ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങളെ തുടർന്നുണ്ടായിട്ടുണ്ടോ? ഇത് സംബന്ധിച്ചിടത്തോളം നമ്മൾ ഹൈവേയുടെ പടി ഭയങ്കര സ്പീഡിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ പകൽ സമയങ്ങളിൽ വണ്ടികൾ ഒരുപാട് പാസിങ്ങുള്ള കാരണം അവരുടെ ബുദ്ധിമുട്ട് അനുസരിച്ച് അവർ രാത്രി കാലങ്ങളിൽ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അവർ ചില ദിവസങ്ങളിൽ അപ്പുറത്തായിരിക്കും. ഞാനിവിടെ പരിസരവാസിയാണ്. ഞാൻ ഇന്നിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് കിടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ വഴി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ അപ്പുറത്ത് കൂടെ വരേണ്ടി വരും. അവരുടെ പണിക്ക് അനുസരിച്ചാണ്, നമ്മളവരും പറഞ്ഞിട്ട് കാര്യമില്ല. പണി സ്പീഡായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇവിടെ ഉള്ളത് തന്നെയാണ്. ഇപ്പോൾ വെച്ചിട്ടുള്ളതൊന്നല്ല, കുറച്ചധികം നാളുകളായിട്ടുള്ളത് തന്നെയാണ്. ഏകദേശം എത്ര ആളുകൾ ഈ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ ആ സമയത്ത്? 10-20 പേര് ഏകദേശം ആ സ്പോട്ടിലെത്തി. പിന്നെ വണ്ടിയുടെ ഒരു ഏകദേശം ഒരു ആംബുലൻസിൽ തന്നെ 2 പേരൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 9ഓളം ആംബുലൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ആ സ്പോട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്. പോലീസ് ഉണ്ടായിരുന്നു, സ്ഥലം SICI, ഇപ്പോൾ ACB ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉറങ്ങിയ കൂട്ടത്തിൽപ്പെട്ട ആളുകളിൽ എല്ലാവർക്കും തന്നെ പരിക്കുണ്ടോ? അതോ കുറച്ച് പേര് ഇപ്പുറത്ത്, കുറച്ച് പേര് അപ്പുറത്ത്. കാരണം ഇത് ഈ കാണുന്ന നേരെ കയറിയിട്ട് ഇറങ്ങിയുള്ളതാണ്. കാരണം ഞങ്ങൾ മൂടിയിട്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇതിലങ്ങോട്ട് കയറി. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലായിട്ട് കിടന്ന ആളുകൾക്ക് പരിക്കില്ല. ഇപ്പുറത്ത് കിടന്ന് ആ സ്പോട്ടിൽ പോരുന്ന ആ രീതിയിലാണ്. ഒരു ഭാഗത്ത് കിടന്ന ആളുകൾക്കാണ് അവരുടെ മേത്ത് കൂടെ കയറി ഇറങ്ങിയപ്പോഴാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. മൂടിയിട്ടിരിക്കുകയാണ് മാംസകഷ്ണം. കാക്ക വരാതിരിക്കാൻ വേണ്ടിയിട്ട് മൂടിയിട്ടിരിക്കുകയാണ്. ഇവർ പാലക്കാട് ഗോവിന്ദാപുരം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ആളുകളാണെന്ന് അറിഞ്ഞത്. അധികം മറ്റുള്ള ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ടോ? ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്ന കുറച്ച് പേര് നമ്മൾ ആംബുലൻസിൽ അങ്ങനെ കയറ്റി വിട്ടിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് പേരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവർ ഈ സ്പോട്ടിൽ ആരെങ്കിലും ഉണ്ടോ? ഏത് ഈ സ്പോട്ടിൽ 1-2 പേരെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ പക്ഷെ അവർ കാണില്ല. സ്വാതി, നമുക്ക് ഇത് സാക്ഷി അല്ലെങ്കിൽ പോലും ഈ സംഭവ സ്ഥലത്തേക്ക് ആദ്യം എത്തിയ ആളാണ് ഉണ്ണികൃഷ്ണൻ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് ഇവിടെയാണ് ആളുകൾ ഇങ്ങനെ കിടന്നിരുന്നത്. ഈ ഭാഗത്ത് വഴിയാണ് ലോറി നിയന്ത്രണം തെറ്റിയെത്തിയ ലോറി പാഞ്ഞു വരികയും മുന്നോട്ട് പോവുകയും ആളുകൾ കിടന്നിറങ്ങിയ ആളുകളുടെ ശരീരത്തിലൂടെ ലോറി പാഞ്ഞു കയറുകയും ചെയ്തത്. ഈ കാണുന്ന ദൃശ്യങ്ങൾ നമുക്കറിയാം. ഈ തുണികൾ കൊണ്ട് മൂടിയിട്ടിരിക്കുന്നതും മറ്റും മനുഷ്യരുടെ മാംസാവശിഷ്ടങ്ങളാണ് എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. ബാഗുകൾ, അതേപോലെ തന്നെ ഇവരുടെ തലയണ, മറ്റ് പാത്രങ്ങൾ, അത്തരത്തിലുള്ള വസ്തുക്കളെല്ലാം
ഇവിടെ ഇപ്പോഴുമുണ്ട്. ഇവരുടെ അപകടത്തിൽപ്പെട്ട സമയത്ത് ഈ റോഡിലരികിൽ കിടന്നുറങ്ങിയൊരു 10-30ഓളം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ നമ്മളോട് പറഞ്ഞത്.